തദ്ദേശം 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ്. കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടോളമായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. പക്ഷേ UDF അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. സംസ്ഥാന നേതാക്കളെയൊക്കെ ചുമതലപ്പെടുത്തി രമേശ് ചെന്നിത്തലയാണ് ഇത്തവണ UDFിൻ്റെ ചുമതലയുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ. രമേശ് ചെന്നിത്തല ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തവണ LDFിനെ അട്ടിമറിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. നമുക്ക് നോക്കാം കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. സ്വാഗതം. കോഴിക്കോട് കോർപ്പറേഷൻ നമ്മൾ LDFിൻ്റെ ഒരു ഉറച്ച കോർപ്പറേഷനാണ്. കാലങ്ങളായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനാണ്. അവിടേക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായൊരു മത്സരത്തിന് തന്നെ ഒരുങ്ങിയിറങ്ങുന്നത്. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു സാധ്യത കോഴിക്കോട് നിന്ന് വരുന്നുണ്ടോ? അല്ല, കോൺഗ്രസിൻ്റെയും UDFും അവരൊരു വലിയ മത്സരം കാഴ്ചവെക്കും എന്ന് അവർ അവകാശപ്പെടുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു ഒരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. സാധാരണ നിലയ്ക്ക് കോൺഗ്രസിനും UDFിനും അത് മുൻകാല അനുഭവം വെച്ചിട്ടാണ് സാധ്യമല്ലാത്ത കാര്യം. പക്ഷേ ഇത്തവണ അവരത് സാധിച്ചിരിക്കുന്നു. ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പ്രചരണ രംഗത്ത് മുന്നോട്ട് വരുന്നു, വാർഡ് തലത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു, ആ കമ്മിറ്റികൾ കൂടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് കോൺഗ്രസിനെയും UDFിനെയും സംബന്ധിച്ച് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. പക്ഷേ ഭരണം പിടിക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാവും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം LDFിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും, ഇപ്പോൾ കേരളത്തിൽ 6 കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ആദ്യം ഞങ്ങൾ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കോർപ്പറേഷനാണ് കോഴിക്കോട്. അപ്പോൾ സാലിബ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് അരനൂറ്റാണ്ടായി അവർ ഭരിക്കുകയാണ്. 48 വർഷം. അതെ, 48 വർഷം അവർ ഭരിക്കുകയാണ്. ഈ 48 വർഷത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പല ഘട്ടത്തിൽ ഇതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിന് കോഴിക്കോട് ഭരണം പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ പോലും അവർക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കഴിഞ്ഞ 2 വർഷം നമ്മൾ 2 ടേം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 2015ഉം 2020 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2015നെ അപേക്ഷിച്ച് 2 സീറ്റ് കൂടുതലാണ് 2020-ലെത്തുമ്പോൾ LDFിന് കിട്ടുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ് LDFിന് കോഴിക്കോട് കോർപ്പറേഷനിലുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. സംഘടന നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസും ലീഗും ചേരുന്ന UDF എന്ന് പറയുന്നത് സംഘടനാ തലത്തിൽ കുറേ കൂടെ സ്ട്രോങ് ആണ്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറേ കൂടെ സ്ട്രോങ് ആണ്. പക്ഷേ എന്നാൽ പോലും LDFിന് ഒരു എഡ്ജ് ഉണ്ട്. ആ എഡ്ജ് ഇപ്പോഴും അവിടെയുണ്ട്. ആ എഡ്ജിനെ മറികടക്കാൻ കോൺഗ്രസിനും UDFിനും എങ്ങനെ സാധിക്കുമോ? അതിന് പാകത്തിനുള്ളൊരു പ്രവർത്തനം താഴെത്തട്ടിൽ കോൺഗ്രസും UDFും നടത്തുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഇതിനിടെ ഇങ്ങനെയൊക്കെ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയിലുള്ള പടലപ്പിണക്കങ്ങൾ, വിമതരുടെ പ്രശ്നം, ഇതൊക്കെ കോൺഗ്രസ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നവുമാണ്. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ മുൻകാലത്തെ അപേക്ഷിച്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയില്ല. മുൻകാലത്ത് കൂടുതലുണ്ടായിരുന്നു കോൺഗ്രസിനും UDFിനും സംബന്ധിച്ച്. അത്രയും ഇത്തവണയില്ല. പക്ഷേ എങ്കിൽ പോലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ലീഗ് ആവശ്യപ്പെടുന്ന ചില വാർഡുകൾ കോൺഗ്രസിന് മത്സരിക്കണം എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. കോൺഗ്രസ് മത്സരിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് ജയിക്കുക എന്ന് തോന്നുന്ന ചില മണ്ഡലങ്ങൾ, ചില വാർഡുകൾ കോൺഗ്രസ് എന്തുകൊണ്ടോ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇതൊക്കെ ബാധിക്കും. കോൺഗ്രസിനെ ബാധിക്കാൻ ചെറിയ കാര്യം മതിയല്ലോ ഒരു വാർഡിലെ ഫലത്തെ നിർണ്ണയിക്കാൻ. അതുകൊണ്ട് ഇതൊക്കെ ബാധിക്കും. പക്ഷേ മുൻപുണ്ടായിരുന്ന അത്രയും പ്രശ്നം കോൺഗ്രസും UDFും ഇത്തവണ അഭിമുഖീകരിക്കുന്നില്ല. ലാസ്റ്റ് മിനിറ്റിൽ അതൊക്കെ അമിക്കബിളി സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ലീഡർഷിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. മുൻകാലത്തുണ്ടായ പോലെയുള്ള വിമതശല്യം അത്രയും ആഴത്തിലുണ്ടാവും എന്ന് കോൺഗ്രസും UDFും കരുതുന്നില്ല. യഥാർത്ഥത്തിൽ അത്ര ഇല്ലേ എന്തായാലും. നടക്കാവിലൊരു കൗൺസിലർ അൽഫോൻസ എന്ന് പറയുന്ന ഒരു കൗൺസിലർ രാജിവെച്ച് ആം ആദ്മിയിൽ ചേർന്നൊരു സംഭവമൊക്കെ ഈയിടെ കഴങ്ങേറിയിരുന്നു. ബാധിക്കാൻ സാധ്യതയില്ല. അതൊന്നും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം വെച്ചാൽ അതിപ്പോൾ DCC പ്രസിഡന്റ് തന്നെ വിശദീകരിക്കുന്ന പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു വാർഡാണത്. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവർ വരുന്നു, അവർ മത്സരിക്കുന്നു, അവർ വാർഡിലേക്ക് കോർപ്പറേഷൻ കൗൺസിലിലേക്ക് ജയിക്കുന്നു. അതിനപ്പുറത്ത് ഒരു കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വമോ കോൺഗ്രസിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്ന ഒരാളല്ല അവർ ഇത്തവണ അവരെന്തായാലും അവിടെ ആ വാർഡിൻ്റെ സംവരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. അപ്പോൾ ഇത്തവണ എന്തായാലും അവർക്ക് ആ വാർഡിൽ മത്സരിക്കാൻ കഴിയില്ല. അതൊരു എന്താ പറയുക, യാഥാർത്ഥ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നേരെ ആം ആദ്മിയിലേക്ക് പോകുന്നു. ആം ആദ്മിക്ക് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ അങ്ങനെ വലിയൊരു സ്വാധീനം ഒന്നും ഇതുവരെ ഇല്ല, കേരളത്തിലില്ല, കോഴിക്കോട് കോർപ്പറേഷൻ സവിശേഷമായിട്ടുമില്ല. അപ്പോൾ അവർ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനപ്പുറം വലിയ പ്രാധാന്യമൊന്നും അതിന് നമ്മൾ കൽപ്പിക്കേണ്ടതില്ല. അതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ചാലപ്പുറം വാർഡ്, കോഴിക്കോട് കോർപ്പറേഷൻ എടുത്ത ചാലപ്പുറം വാർഡ് എന്തുകൊണ്ട് CMPക്ക് കൊടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്.
കോൺഗ്രസ്സിന് അതർവൈസ് കോൺഗ്രസ്സിനാണ് അവിടുത്തെ ഒരു സ്വാധീനം. നമ്മൾ പഴയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ചാലപ്പുറം കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ്സിനെ കുറിച്ച് കോഴിക്കോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ചാലപ്പുറം കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെയുള്ളൊരു ചരിത്രം അവിടെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് CMPക്ക് സീറ്റ് കൊടുക്കുന്നതെന്ന് കോൺഗ്രസ്സിനുള്ളിൽ ചോദ്യം വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ ഈ അൽഫോൺസയുടെ മാറ്റം ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. റൈറ്റ്. LDFൻ്റെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് അതേപോലെ നിലനിൽക്കുന്നുണ്ടോ? കഴിഞ്ഞൊരു ഇത്രയും കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം CPIM തന്നെ ഒറ്റകക്ഷി ആയിട്ട് കിട്ടാനുള്ള അത്രയും ഭൂരിപക്ഷം ഉണ്ട്. രണ്ട് ടേമിലും 40-ന് മുകളിൽ സീറ്റുകൾ CPIMൻ്റെ കയ്യിലുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് തോന്നുന്നത്. ആ കോൺഫിഡൻസ് നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പറയണം. ഇപ്പോൾ 2015-ലോ 2020-ലോ നേടിയ പോലൊരു വിജയം ഒരുപക്ഷെ ഇത്തവണ CPM-നുണ്ടാവുമോ അല്ലെങ്കിൽ LDF-നുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഭരിക്കാം, ഞങ്ങൾ തുടർന്നും ഭരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് LDF-ന് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചുണ്ട്. ആ കോൺഫിഡൻസ് നമ്മൾ വെറുതെ ഉള്ളൊരു കോൺഫിഡൻസും അല്ല, അത് നമ്മൾ കാണാം. അവരുടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ അടിത്തറയുണ്ട്, പിന്നെ ഭരണത്തെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ആത്മവിശ്വാസം LDF-നും CPM-നും ഉള്ളത്. അതിൽ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കാൻ UDF-ന് സാധിച്ചിട്ടില്ല. പിന്നെ അവകാശപ്പെടുന്നത് BJP ആണ്. അതായത് ഞങ്ങൾ വലിയ നേട്ടം ഉണ്ടാക്കും. അതിന് പാകത്തിലുള്ളൊരു അന്തരീക്ഷം കോഴിക്കോടില്ല. ഇത് നമ്മൾ കണക്കാക്കണമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വെച്ച് നോക്കുമ്പോൾ LDF-ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം 6 കോർപ്പറേഷൻ എടുത്താൽ ഞങ്ങൾ ഭരിക്കും എന്ന് LDF-ന് ആത്മവിശ്വാസത്തോടുകൂടെ പറയാൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ വനിതാ മേയറായിരുന്നു, ചില പാളയം പുതിയ മാർക്കറ്റ് അടക്കമുള്ള ബീച്ച് നവീകരണം അടക്കമുള്ള ചില മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, ഇതൊക്കെ തുടങ്ങി ഈ LDFൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരുപാട് പദ്ധതികൾ, വാർത്തയായ പല വികസന പദ്ധതികളും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള ചില പ്രയാസങ്ങൾ, വ്യാപാരികളുടെ പ്രശ്നങ്ങൾ, സമരങ്ങൾ, ഇതൊക്കെ മറുഭാഗത്തും ഉണ്ട്. ഇതൊക്കെ CPIM-ന് അല്ല LDF-ന് കോൺഫിഡൻസ് കൂട്ടുന്ന ഘടകങ്ങളാണോ, അതല്ല ഇതിനെ തുടർന്ന പ്രതിഷേധങ്ങളൊക്കെ എന്തെങ്കിലും വോട്ട് ബാങ്കിൽ ഇപ്പോൾ നമ്മൾ മറ്റ് കോർപ്പറേഷൻസ്, ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചി, ഈ കോർപ്പറേഷനുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊച്ചിയും LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അത് വെച്ച് നോക്കിയാൽ ഒരു വലിയ വികസന പദ്ധതികൾ കോഴിക്കോട് ഈ 5 വർഷത്തിനുള്ളിൽ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഇപ്പോൾ ഈ പറയുന്ന പാളയം മാർക്കറ്റ് നവീകരണമുണ്ട്, അതുപോലെ ഈ ബീച്ച് നവീകരണമുണ്ട്, പിന്നെ ഈ അഴക് പദ്ധതി, അതായത് കോർപ്പറേഷനെ മാലിന്യമുക്തമാക്കുക എന്ന് പറയുന്ന സ്കീം വെച്ചുകൊണ്ട് ആദ്യം തുടങ്ങിയത്, അതായത് മറ്റു കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് ആദ്യം തുടങ്ങിയത്, മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ആദ്യം തുടങ്ങിയത് കോർപ്പറേഷനാണ് എന്നൊക്കെ ഉള്ളത്. യുനെസ്കോയുടെ സാഹിത്യനഗരം, വയോജന സുരക്ഷ, അങ്ങനെ ബഹുമതികൾ, അങ്ങനെയുള്ള ബഹുമതികളുണ്ട്. സാഹിത്യ നഗരം എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു നഗരത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പദവി സംബന്ധിച്ചുള്ളൊരു മാറ്റം മാത്രമാണ്. സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് സാഹിത്യ നഗരം വന്നുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം അവൻ്റെ ദൈനംദിന ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ കോഴിക്കോടിൻ്റെ ഒരു വലിപ്പം, ലോകത്തിൽ തന്നെ കോഴിക്കോടിനൊരു വലിപ്പം നേരത്തെ മുതലുള്ള വലിപ്പമാണ്. അത് കുറച്ചും കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പദവി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈനംദിന ജീവിതമായി തട്ടിച്ച് നോക്കുമ്പോൾ അതിന് വലിയ ഗുണമൊന്നും അതുകൊണ്ടുണ്ടാവാനില്ല. ചില സൗകര്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത് ഒഴിച്ചാൽ. അതേസമയം ഇപ്പോൾ ബീച്ച് നവീകരണം, കോഴിക്കോട് നിവാസികളെ സംബന്ധിച്ച് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് അവൻ്റെ ഒരു വൈകാരികമായ ബന്ധമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഉണ്ടാകുന്ന നവീകരണം അവൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ പാളയം മാർക്കറ്റ്, അത് വ്യാപാരികളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈ കമ്മ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചും എന്താണ് അതിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. അതിനപ്പുറത്തേക്ക് വലിയ പ്രോജക്റ്റ് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ തിരുവനന്തപുരം നഗരം മാറിയതുപോലെ, സ്മാർട്ട് നഗരമായി മാറിയതുപോലെ ഒരു വികസനം കോഴിക്കോടുണ്ടായോ? ഇപ്പോൾ 5 കൊല്ലം നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണല്ലോ. 5 കൊല്ലം മുമ്പ് കോഴിക്കോട് നഗരം എങ്ങനെയായിരുന്നു, അതിൽ നിന്നും വലിയ മാറ്റമൊന്നും കോഴിക്കോട് നഗരത്തിനുണ്ടായതായിട്ട് നമ്മുടെ എന്താ പറയുക ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നും കോഴിക്കോട് നഗരത്തിനുണ്ടായിട്ടില്ല. വലിയ പ്രയാസങ്ങളൊന്നും നമ്മൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ അനുഭവിച്ചിട്ടില്ല. മെട്രോ വന്നിട്ടില്ല, വലിയ കുഴപ്പങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചില്ല. ആ ഈസിനെസ് ഈ ഭരണസമിതി മുമ്പോട്ട് വയ്ക്കും. പിന്നെ ചില ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പാക്കിക്കൊണ്ടുണ്ടായ ചില മാറ്റങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില
നേട്ടങ്ങൾ ഈ ഭരണസമിതിക്ക് മുന്നോട്ട് വയ്ക്കും. പിന്നെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ആരുമായിട്ടും തർക്കങ്ങളുണ്ട്. ഇപ്പോൾ ചില തർക്കങ്ങളുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, മാലിന്യ പ്ലാന്റുമായി റിലേറ്റ് ചെയ്ത് പാവിക്കൽ തോടൊക്കെ ഉണ്ടായ തർക്കങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് പരിഹരിക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കോർപ്പറേഷനാണ് കഴിഞ്ഞ 5 വർഷം എന്ന് നമുക്ക് പറയാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ അവർ ശ്രമിക്കും. അതിനപ്പുറത്തേക്ക് വലിയ വികസനം എന്നൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അതൊന്നും ആത്മവിശ്വാസത്തെ ബാധിക്കും തോന്നുന്നില്ല. ഇല്ല, ആത്മവിശ്വാസത്തെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, വലിയ വികസന പദ്ധതികളേക്കാൾ ഉപരി നാട്ടുകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം ഉണ്ടാക്കി മുന്നോട്ട് പോയ കോർപ്പറേഷൻ, വലിയ തർക്കങ്ങളോ വലിയ ആരോപണങ്ങളോ ഒന്നും നേരിടാത്തൊരു ഭരണസമിതി, ഈ ഒരു ബന്ധമുണ്ടല്ലോ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ മേയറായിരുന്ന ബീന ഫിലിപ്പിൻ്റെ കാര്യം നമ്മളെടുത്താൽ അവരെക്കുറിച്ച് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ചിത്രം എന്തായിരിക്കും? അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമായിരിക്കും. അതൊരു ബന്ധമാണ്. ഈവൻ പ്രതിപക്ഷ നേതാവിനോടുള്ള സൗഹൃദം ഇതൊക്കെ വാർത്തയാവുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇഴയെടുപ്പുണ്ടല്ലോ, അതിലായിരിക്കും LDFൻ്റെ ഒരു ആത്മവിശ്വാസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ സംവിധായകൻ VM വിനു അടക്കമുള്ള ചില സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസിന് ഗുണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു LDFൻ്റെ ഒരു എന്താ പറയുക, ദീർഘകാലമായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ടല്ലോ, അതിനെ മറികടക്കാൻ പാകത്തിനുള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടോ, അതിന് പാകത്തിനുള്ളൊരു പ്രവർത്തനം കോൺഗ്രസ് നടത്തുന്നുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് ലെഗിൽ കോൺഗ്രസ് വന്നിട്ട് നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു, വാർഡ് തലത്തിലൊക്കെ കമ്മിറ്റികളൊക്കെ വിളിച്ചു കൂട്ടുന്നു, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് നടത്തുന്നത് ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ഒരു അരനൂറ്റാണ്ടോളമായിട്ടുള്ള ഒരു ആധിപത്യത്തെ മറികടക്കാൻ പാകത്തിൽ കോൺഗ്രസോ UDF എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. പക്ഷേ ഈ സർപ്രൈസ് VM വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. നേരത്തെ നിയാസ് ആയിരുന്നു മേയർ സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞു കേട്ടിരുന്നത്, അതിന് പകരമാണ് ഇപ്പോൾ VM വിനുവിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സർപ്രൈസുകളിലൂടെ ഇങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മൾക്ക് പുറത്ത്, അതായത് ഒരു കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ വോട്ട് ബാങ്കിന് പുറത്തുള്ള ആളുകളുമായിട്ട് ലിങ്ക് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്. ആ ഒരു പരീക്ഷണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുണകരമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു വിനു മത്സരിക്കുന്ന വാർഡിന് അപ്പുറത്തേക്ക് ഫലമുണ്ടാക്കുമോ? അങ്ങനെ ഫലമുണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു സംഘടനാ സംവിധാനവും ഒരു നെറ്റ്വർക്കിങ്ങും കോൺഗ്രസിനും UDFനും ഉണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കും. അത് മാത്രമല്ല, വിനു വന്നതുകൊണ്ട് സീനിയർ ആയിട്ടുള്ള ഒരുപാട് നേതാക്കൾ കുശുമ്പിലാണ്. ഉണ്ടാവും, അതൃപ്തി ഉണ്ടാവും. കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും. ഇപ്പോൾ LDFനെ സംബന്ധിച്ച് LDF പുറത്തുനിന്ന് ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നിട്ട് ഇതാണ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൃപ്തി ഉണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ അത് സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കുകയോ ചെയ്യും. അവരുടെ ഒരു സംവിധാനം അങ്ങനെയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാധ്യത വിരളമാണെങ്കിൽ പോലും ആ സാധ്യതയ്ക്ക് അപ്പുറത്തൊരു പ്രകടനം കാഴ്ചവെച്ച് ഭരണം പിടിക്കുകയാണെങ്കിൽ മേയറാവാൻ ഞങ്ങളുണ്ട് എന്ന് വിചാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ കോൺഗ്രസ്സിലുണ്ട്. അപ്പോൾ അവരെ മാറ്റി നിർത്തി വേറൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ ഈ എൻറ്റയർ ഗ്യാങ് അവിടെ അതൃപ്തരാവുകയും ആ അതൃപ്തി പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ കോൺഗ്രസ് മാനേജ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. കോഴിക്കോട് കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ BJPയെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണം. 7 സീറ്റുകളാണ് കഴിഞ്ഞ 2 ടൈമിലുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ 22 ഡിവിഷനുകളിൽ BJP 2ാം സ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഇപ്പോൾ നിലവിലുള്ള, കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അവരുടെ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്? ഈ 22 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്താനായാൽ കോർപ്പറേഷനിൽ മികച്ചൊരു പ്രതിപക്ഷമാവാനെങ്കിലും ഉള്ളൊരു സാധ്യത BJP കാണുന്നുണ്ടോ? BJPയെ സംബന്ധിച്ച് BJP പ്രതീക്ഷിക്കുന്ന അതാണ്. അതായത് കൂടുതൽ സീറ്റുകളിൽ ജയിച്ചുകൊണ്ട് ഒരു 2ാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് BJPയുടെ ഒരു പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു സ്ട്രെങ്ത് ഒന്നും BJPക്കില്ല. പക്ഷേ 2ാം സ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ അല്ല കോഴിക്കോട്. അവരൊരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ടേമിൽ 7 സീറ്റിലുണ്ട്, അതിനേക്കാൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയേക്കാം. കാരണം പുതിയൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയേക്കാം. അതിനപ്പുറത്ത് ഈ 22 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ തവണ ഉണ്ടായ മറ്റ് പല ഘടകങ്ങളെയും കൂടെ ആശ്രയിച്ചിട്ടാണ്. അതായത് ചില മണ്ഡലങ്ങളിലുണ്ടായ വിമതശല്യം, ഇപ്പോൾ കോൺഗ്രസ്സിന് ചില മണ്ഡലങ്ങളിലുണ്ടായ വിമതശല്യം BJPയെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് രീതിയിലുള്ള ചില എലിമെൻറ്റ്സ് കഴിഞ്ഞ തവണ BJPയെ സഹായിച്ചിട്ടുണ്ട്. ആ ഘടകങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ 2ാമതെത്തുന്നത്. അല്ലാതെ BJPയുടെ അടിസ്ഥാനപരമായി അവർക്കുള്ള രാഷ്ട്രീയ ശക്തി കൊണ്ടല്ല അവർ 22 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തും. മറ്റ് കക്ഷികളുടെ
ദൗർബല്യം മുതലെടുത്തുകൊണ്ട് മാത്രമാണ് അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇത്തവണ ആ ദൗർബല്യം കോൺഗ്രസ് കാണിക്കുന്നില്ല, UDF കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടു. കാരണം അവർ നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. വിമതരുടെ ശല്യം വളരെ കുറവാണ് ഈ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ, 1-2 ഇടങ്ങളിലേ ഉള്ളൂ. അത് തന്നെ അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്ര ദുർബലമായൊരു പിച്ചിലല്ല UDF ഉള്ളത്. LDFനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും. പക്ഷേ കഴിഞ്ഞ തവണയും വലിയ വിമത ശല്യമൊന്നും LDFന് നേരിടേണ്ടി വന്നിട്ടില്ല. ഇത്തവണയും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ഈ 7-ൽ നിന്ന് ചിലപ്പോൾ ഒരു 8-ഓ 9-ഓ ഒക്കെ ആകാം എന്നുള്ളതല്ലാതെ വലിയൊരു ലീപ്പൊന്നും കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനില്ല. അതിന് മാത്രമുള്ളൊരു പണിയൊന്നും BJP ഈ ഗ്രൗണ്ട് ലെവലിൽ എടുത്തായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ലീപ്പ് ഉണ്ടാവില്ല. പക്ഷേ 1-2 സീറ്റുകൾ ചിലപ്പോൾ കൂടിയേക്കാം. അല്ലാതെ ഞങ്ങൾ രണ്ടാമതെത്തും എന്നൊക്കെ അവകാശപ്പെടുന്നതോ അല്ലെങ്കിൽ അതിന് ആ ആഗ്രഹം വയ്ക്കുന്നതോ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതല്ല. ഇപ്പം മുന്നണികൾ തന്നെ നേരിട്ട് മത്സരിക്കുന്ന വാർഡുകളാണ് കോർപ്പറേഷൻ പരിധിയിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികൾ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇവർക്കൊന്നും കാര്യമായ ഒരു ഇമ്പാക്റ്റ് കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ഒരു ട്രെൻഡ്. അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെ തുടരുന്നത്. അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ടേം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2015 സ്വതന്ത്രനായിട്ട് ഒരാളുണ്ടായിരുന്നു. 2020 ആകുമ്പോൾ അത് സ്വതന്ത്രന്മാരുടെ 5 കാണുന്നുണ്ട്. പക്ഷേ ഈ 5 സ്വതന്ത്രന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീർത്തും സ്വതന്ത്രരായിട്ടുള്ള ആളുകളല്ല ഈ 5 പേരും. ഒന്നുമില്ലെങ്കിൽ LDFൻ്റെ പിന്തുണയോ സ്വാധീനമോ ഒക്കെയുള്ള സ്വതന്ത്രന്മാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വലിയ സ്വാധീനം ഉണ്ടായിരിക്കുകയും അതിൽ നിന്ന് മാറി വിമതനായി മത്സരിച്ച സ്വതന്ത്രനോ ആണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് വന്ന സ്വതന്ത്രരല്ല ഈ 5 പേരും. മറ്റ് പാർട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ എന്താ പറയുക, SDPI അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പാർട്ടികളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വാർഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജയിക്കാൻ പാകത്തിനുള്ളൊരു സ്വാധീന ശക്തി സത്യം പറഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷനില്ല. അവരൊരു പക്ഷേ ജയപരാജയങ്ങളെ തീരുമാനിച്ചേക്കാം. ഏതെങ്കിലും ഒരു വാർഡിൽ LDFൻ്റെയോ UDFൻ്റെയോ ജയത്തെ നിർണ്ണയിക്കുന്നതിൽ അവരുടെ വോട്ട് ചിലപ്പോൾ നിർണായകമായേക്കാം. ഒരു 300-400 വോട്ടൊക്കെ ചിലപ്പോൾ ചില വാർഡുകളിൽ ഈ പാർട്ടികൾക്കുണ്ടാവും. 1-2 വാർഡുകളിലേ ഉണ്ടാവുള്ളൂ. ആ വാർഡുകളിലുണ്ടാവും. ആ വാർഡുകളിലെ ജയം ഒരുപക്ഷെ അവർ തീരുമാനിച്ചേക്കാം. ജയിക്കുന്നത് ആര് എന്നുള്ളത് ഇവർ പിടിക്കുന്ന വോട്ട് തീരുമാനിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ ജയിച്ചു വരാൻ പാകത്തിനുള്ളൊരു സ്വാധീന ശക്തി നമ്മൾ നിലവിൽ നോക്കുമ്പോൾ ഈ പറയുന്ന വാർഡുകളിൽ ഒന്നിലും കോഴിക്കോടില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഒരു സാധ്യത അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ പറയുന്ന സമയത്തൊക്കെ കാണുന്നത് നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ കോർപ്പറേഷൻ പരിധിയിലെ വാർഡുകളിൽ UDF കാൻഡിഡേറ്റ്സിന് കിട്ടുന്ന പോളിംഗ് അത് വെച്ചിട്ടാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ മൊത്തത്തിലുള്ള ട്രെൻഡ് പോലെ തന്നെ, പക്ഷേ കോഴിക്കോട് അത് എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഗുണകരമായി മാറും? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും കോഴിക്കോട് അങ്ങനെ ഒരു ട്രെൻഡില്ല. കാരണം മുൻകാലത്തും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF ജയിച്ചിട്ടുണ്ട്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDF അധികാരത്തിൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങളിൽ പലതിലും UDF ജയിച്ചപ്പോൾ പോലും പിന്നീട് വന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ വരുന്ന വാർഡുകളിൽ LDF ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഈ ഭരണസമിതിയെക്കുറിച്ച് പറഞ്ഞല്ലോ, വലിയ വികസന പദ്ധതികളൊന്നും ഇല്ലെങ്കിൽ പോലും ജനങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഈ ഭരണസമിതി കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ആ ഭരണസമിതി കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇതേ ബന്ധമാണ് LDFനെ ഈ വാർഡുകളിലൊക്കെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം കോഴിക്കോട് MK രാഘവൻ ലോക്സഭയിലേക്ക് നേടി, വലിയ വിജയം നേടി. പക്ഷേ അതേ ട്രെൻഡ് ഒരിക്കലും നമ്മൾ ലോക്കൽ ബോഡിയിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് UDF അവകാശവാദം ഉന്നയിക്കുന്നതിൽ കഥയില്ല. അത് അവർക്കും അറിയാം, നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് അവർക്കും അറിയാം. അങ്ങനെയല്ല സംഭവിക്കാൻ പോവുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. അതിനെ മറികടക്കുന്ന വിധത്തിൽ, അതായത് ഈ ലോക്സഭയിലേക്കുള്ള വിജയം ഒരിക്കലും വാർഡിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ആ വിജയം ആവർത്തിക്കാൻ പാകത്തിലുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചുള്ള വെല്ലുവിളി. അതിനുള്ള ശ്രമമാണ് സത്യം പറഞ്ഞാൽ അവർ നടത്തുന്നത്. നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് വാർഡ് കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് പ്രചരണ രംഗത്തൊക്കെ നേരത്തെ ഇറങ്ങി അതിനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമം ഫലം കാണുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. റൈറ്റ്. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. LDFൻ്റെ ഉറച്ച കോട്ടയാണ്. നൂറ്റാണ്ടായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനാണ്. അതങ്ങനെ തന്നെ തുടരും എന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. കോൺഗ്രസ് നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട്. അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. സർപ്രൈസ് സ്ഥാനാർത്ഥികളെ വരെ കൊണ്ടുവന്ന്
കോർപ്പറേഷനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. പക്ഷേ അത് വില പോകുമോ എന്ന് കണ്ടറിയണം. BJP അവകാശപ്പെടുന്നത് പോലുള്ള ഒരു 2ാം സ്ഥാനത്തേക്കുള്ള പ്രയാണത്തിന് ഇവിടെ നിലമൊരുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. തദ്ദേശം 2025 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.